ഇപ്പൊ എത്തുന്നതിന് മുമ്പ് കമൽ സാറ് പറയായിരുന്നു മകനെ സിനിമയിലേക്ക് വിളിച്ചോട്ടെ എന്ന് വെച്ചപ്പോ ലളിത ചേച്ചി പറഞ്ഞു എന്ന്. വിളിച്ചോളൂ, എന്റെ ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം തന്നെത്താനാണ്, ഇടയിൽ ഇട്ടിട്ട് പോകുന്നുള്ള കാര്യങ്ങളിലൊന്നും ഉത്തരവാദിത്വം ഇല്ലാന്ന് ഞാൻ അതുമായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ ബ്രഹ്മയുഗം സിനിമയില് അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ളൊരു പ്രധാന പക്ഷെ വന്നാ പിന്നെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞല്ല ലോക്കൽ പിടിച്ച് നിർത്തിയേക്കുന്ന. വേറെ ആരും റിസ്ക് എടുക്കാൻ റെഡിയല്ല. എന്തായിരിക്കും അമ്മ എങ്ങനെ പറഞ്ഞത്? അതിപ്പോ എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. ലളിത ചേച്ചിയെ പറ്റി പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരുപാട് സിനിമകളിൽ കഥ പറയുന്ന ഒരു സ്ഥലം വന്നാൽ, ഒരു സിനിമയിൽ ഒരു കഥ പറയേണ്ടുന്നത് വന്നാൽ എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴില് നാഗവല്ലിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന കഥ ലളിത ചേച്ചിയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഉറുമി സിനിമയിൽ പറഞ്ഞു തുടങ്ങുന്നത് ലളിത ചേച്ചിയാണ് അതേക്കുറിച്ച് കഥ പറയുന്നത്. ആദം ജോൺ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പം കഥ പറയുന്നത് ലളിത ചേച്ചിയാണ്. ലളിത ചേച്ചിയുടെ ഒരു കഥ പറച്ചില് അതിഗംഭീരമാണ്. അപ്പം സിദ്ധാർത്ഥന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ തിരക്കുള്ള സംവിധായകൻ, അമ്മ തിരക്കുള്ള നടി. നിങ്ങളുടെ ഒരു ഫാമിലി ടൈമിൽ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കഥ പറച്ചു തരലുകളോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബാല്യം ഉണ്ടോ? ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കഥ പറച്ചില് ഉണ്ടാവില്ല, പക്ഷെ ഫാമിലി ടൈം ഉണ്ടാവും. അതിൽ ഇന്ററാക്ഷനിൽ മിക്കതും ബാക്കിയുള്ളവരുടെ കഥകളൊക്കെ, റിലേറ്റീവ്സിന്റെ കഥയും മറ്റേ കഥകളൊക്കെ. അല്ലാതെ ഒരു കഥ പറയാനായിട്ട് മറ്റേ ഇങ്ങനെ മല താണ്ടി വന്നു അങ്ങനെ ഒന്നും ഒരു ഫാന്റസി സ്റ്റോറി ടെല്ലിംഗ് ഒന്നുമില്ല. ഈ നമ്മള് ചെറിയ കുട്ടികളോട് ചോദിക്കും അച്ഛൻ കുട്ടിയാണോ അമ്മക്കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ തന്നെ കമൽ സാറ് പറഞ്ഞു ആ സമയത്ത് ഡയറക്ഷനാണ് താല്പര്യം, പിന്നെ ഞാൻ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അഭിനയമുണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ സിദ്ധു നന്നായിട്ട് അഭിനയിച്ചാൽ അപ്പൊ പറയും ലളിത ചേച്ചിയുടെ മകനായതുകൊണ്ടാന്ന് പറയും. പടം നന്നാകാൻ അപ്പൊ തന്നെ ഭരതന്റെ മകനായതുകൊണ്ടാണെന്ന് പറയും. ഇത് രണ്ടും ഒപ്പം എന്നുള്ളൊരു ഉത്തരം വളരെ എളുപ്പത്തിൽ പറയാമെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഏത് പ്രദേശത്താണ് കൂടുതൽ കയറി കിടക്കുന്നത്? അല്ല, അപ്പോഴും ഞാൻ ബയസ്ഡ് ആവില്ലേ, അച്ഛനോടോ അമ്മയോടോ ആവില്ലേ. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഞാൻ ഉണ്ടായത്. അതിനെ അങ്ങനെ തന്നെ രണ്ട് രീതിയിൽ തന്നെ ഒരു മിക്സ് ആയിട്ട് കണ്ടാൽ മതി. ആദ്യകാലത്ത് അതിന്റെ ഭാരം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അയ്യോ, ഇതൊരു ഭാരമാണ്. അഭിനയത്തെക്കാട്ടിലും കൂടുതൽ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഫേസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പടമൊക്കെ ചെയ്യുവോ, അച്ഛൻ അത്രയൊക്കെ ചെയ്യുവോ? അത് ചെറിയ ഉത്തരവാദിത്വമല്ല, തിരിച്ചേ പറയാൻ പറ്റുള്ളൂ. അഭിനയത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡയറക്ടറാണ് എന്ന് പറയാം, ഡയറക്ഷനെ പറ്റി പറഞ്ഞാൽ ഞാൻ ആക്ടറാണെന്ന് പറയാം. അങ്ങനെ ഒരു സ്കോപ്പുള്ളതല്ലാണ്ട് മറ്റൊന്ന് പറയാൻ പറ്റില്ല. ഒരു ചോദ്യം, സംവിധാനം ചെയ്ത സിനിമയില് അമ്മയുണ്ട്. ലളിത ചേച്ചി എന്ന് പറഞ്ഞാല് ഭർത്താവ് സംവിധാനം ചെയ്തിട്ടുണ്ട്, മകൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, ശിഷ്യൻ മകനെ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഭരതേട്ടന്റെ ശിഷ്യൻ മകനെയും അമ്മയെയും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെ ഒരു വെബാണ് ഈ കോമ്പിനേഷനുകള്. സംവിധാന സമയത്ത് അമ്മയുടെ ഒരു നിലപാട് എന്തായിരുന്നു? നടിയും സംവിധായകനും തന്നെ ആയിരുന്നോ, ഇടയ്ക്കെങ്കിലും അമ്മയായോ? അല്ല, നടിയും സംവിധായകനും ആണ് അവിടെ. അത് അമ്മ തന്നെ കൊണ്ടുവന്ന ഒരു പ്രൊഫഷണലിസമാണ്. മറ്റേ ഈ സെന്റി അടിക്കാനോ അല്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽ പേഴ്സണൽ സാധനം കൊണ്ടുവരാതെ എങ്ങനെ ചെയ്യാവുന്ന. അപ്പൊ ഈ പേഴ്സണൽ സാധനത്തില് കമൽ സാറൊക്കെ ആയിരിക്കും അത് ഇത് കൊണ്ടുവന്ന അമ്മയില്. അമ്മ ഈ മറ്റേ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പുരുകൊട്ടും നടക്കില്ല, എടുത്തോണ്ട് പോടാ. അല്ല, അത് മാത്രല്ല, അതിന് കാരണമുണ്ട്. ചേച്ചിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടേക്ക് ഞങ്ങൾക്കും ഓക്കെ ആയിരിക്കും. ഏത് ഡയറക്ടർ ആയിരിക്കും ചേച്ചിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരിക്കും. ഡയലോഗ് എങ്ങാനും തെറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അതും പൂർവ്വമായിട്ട് മാത്രമേ ഉള്ളൂ. അല്ല, അത്ര അടുത്ത് ഇടപഴകുന്ന ഒരാൾക്ക് ഒരു അഭിനേതാവ് എത്ര ക്യാരക്ടറായി മാറിയാലും അതിനകത്തുനിന്ന് ആ ആളെ എക്സ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ നമ്മള് കണ്ടുകൊണ്ടിരിക്കും. അതൊരു പ്രശ്നമല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിപ്പോ എങ്ങനെയാണ് അമ്മ, ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു അമ്മ ഈ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആണെന്ന്. ഞാനും അമേച്ചറായിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ ആദ്യത്തെ ഈ 1-2 ടേക്ക് കഴിഞ്ഞ് വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു പൊട്ടലുണ്ടായി. അമ്മ പറയണ അതിനെ പറഞ്ഞാണ്, നീ എത്ര വേണമെങ്കിലും റിഹേഴ്സൽ ചെയ്യും, 10-15 റിഹേഴ്സൽ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അതൊരു ആദ്യത്തെ ഒരു ഗ്ലിച്ചായിരുന്നു, ഒരു ഹിക്കപ്പായിരുന്നു അമ്മേനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ. പക്ഷെ പിന്നെ അത് ഒരു ഭയങ്കര ഇൻസൈറ്റും കൂടെയാണ് തന്നത്. ഈ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ ആ ടേക്കിലേക്ക് പോകുമ്പോൾ അത് എല്ലാ സൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കമൽ സാറിൻ്റെ കൂടെയൊക്കെ തുടങ്ങുമ്പോഴൊക്കെ ഇതുണ്ടായിരുന്നു. നമ്മളിലൊക്കെ ഈ ഓരോ സീൻ ചെയ്യുമ്പോൾ റിഹേഴ്സൽ ചെയ്ത് വന്ന് നിൽക്കുന്ന സ്ഥലം, പറയുന്ന മൊമെന്റ്, ട്രാക്കിനാവുന്ന സാധനം എല്ലാം സിങ്കായിട്ടാണ് ഒരു ടേക്കിലേക്ക് പോണത്. പക്ഷെ ഞാൻ നിദ്രയും ചന്ദ്രേട്ടനൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഡിജിറ്റൽ സിനിമയിലേക്ക് മാറിയപ്പോഴത്തേക്കും റിഹേഴ്സലിന്റെ സ്പേസ് ഒക്കെ ടേക്കിന് തന്നെയാണ്.
കാരണം ടേക്കിലെട്ടിയാണ് റിഹേഴ്സലൊക്കെ ഫിലിമില്ലല്ലോ, പണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫിലിം വളരെ കോസ്റ്റ്ലി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് റിഹേഴ്സൽ മാക്സിമം ചെയ്തിട്ടാണ് ടേക്കിലേക്ക് പോവുള്ളൂ. എക്സ്പോസ് ചെയ്യുന്നത് വളരെ അല്ല, എക്സ്പോസ് ചെയ്യുന്നത് ലിമിറ്റഡ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ആക്ടറെ സംബന്ധിച്ചോളം കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. കാരണം കാര്യങ്ങളെ കുറിച്ച് തറവായതിനു ശേഷം മറ്റേ ഉടനെ ടേക്ക് എന്ന് പറയുമ്പോൾ ഇവരും പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. കൂടെ അഭിനയിക്കുന്ന 4-5 ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരൊന്നും പ്രിപ്പയർഡ് ആവില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ ടെക് സൈഡും എല്ലാം അറിയില്ല, ക്യാമറയും ഇവരൊക്കെ. പിന്നെ ഇതൊരു 7ാമത്തെ ടേക്കോ 8ാമത്തെ ടേക്ക് ആകുമ്പോ അത്ര റിഹേഴ്സൽ കഴിഞ്ഞു. 9ാമത്തെ ടേക്ക് എടുക്കാൻ ഇവര് ചെറുപ്പത്തിലൊക്കെ വീട്ടില് നമ്മൾ പറഞ്ഞല്ലോ ഫാമിലി ടൈം ഉണ്ടാവും, അപ്പം മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്ന പറയുന്നത് സിനിമയെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടില്. സിനിമയാണോ പ്രധാന വിഷയം? ഒരു മെയിൻ ഡിസ്കഷൻ പോയിന്റ് ടോപ്പിക് സിനിമയായിരിക്കും. അതായത് അച്ഛൻ ചെയ്യുന്ന അപ്പോഴത്തെ സിനിമ, ഇല്ലെങ്കിൽ പിന്നീട് ആലോചിക്കുന്ന സിനിമ. അമ്മ അപ്പൊ അണ്ടർഗോ ചെയ്തപ്പോ മേ ബി ഷൂട്ട് കഴിഞ്ഞു വന്നിട്ടുണ്ടാവാം, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസസ് പറയുന്നുണ്ടാവും. അവിടെ ഇന്നച്ചനെയോ വേണുകളിനെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതുവഴി കണക്ട് ചെയ്ത് അത് വേറെ കഥകളിലേക്കൊക്കെ പോകും. അങ്ങനെ ബേസിക്കലി സിനിമയായിരിക്കും മെയിൻ ടോപ്പിക്. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏതെങ്കിലും നാട്ടിലെ കഥകളോ അങ്ങനെ അത് തന്നെയായിരിക്കും. ബാല്യം അച്ഛന്റെ ഏതൊക്കെ സിനിമകളിൽ സെറ്റിൽ പോയതായിട്ടുള്ള ഓർമ്മകള്? ഉണ്ട്, കുറെ ഉണ്ട്. മിക്ക സിനിമ സെറ്റിലും പോയിട്ടുണ്ട് പുള്ളി ചെയ്തിട്ടുള്ള. വൈശാലിയൊക്കെ പോയി ഓർമ്മയുണ്ട്, ചമയം പോയത് ഓർമ്മയുണ്ട്. മിക്ക സെറ്റിലും എവിടെയെങ്കിലും മറ്റേ ചെന്നൈയിലൊക്കെ അന്ന് മിക്കതും പാച്ച് വരുമായിരുന്നു മദ്രാസില്. അപ്പൊ എന്തായാലും പോകും എല്ലാ സ്റ്റുഡിയോയിലും സാധനത്തില്. ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാറുണ്ട് ആ ഫ്രണ്ടില് അല്ലേ. അതായത് ഭരതേട്ടന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വല്ലാത്തൊരു ഇതാണ്. ഭരതേട്ടന്റെ ഒരു വർക്ക് പ്ലേസ് ഉണ്ട്, അത് കാണേണ്ടതാണ്. അന്നത്തെ സിനിമാക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നത്, അറിയാലോ അല്ലെ. ചിത്രങ്ങൾ, ഒരു ഷെഡ്, ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, ഞാൻ കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഭരതേട്ടൻ വൈശാലിയുടെ പ്ലാനിങ്ങിലായിരുന്നു. എന്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് MT സാറൊക്കെ ആയിട്ട്. ഇങ്ങനെ ചിത്രം അന്ന് ഈ സ്കെച്ചസ് ഭരതേട്ടൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതൊരു ഭയങ്കര ഇതായിരുന്നു. നമ്മളിത് കാണാൻ വേണ്ടിട്ട് അവിടെ ചെല്ലുമായിരുന്നു വീട്ടിൽ. വൈശാലിയുടെ സ്കെച്ചസ് ഭരതേട്ടൻ ഫുൾ സ്കെച്ച് ഇട്ട്. അപ്പൊ സുധിനെല്ലാം ഉണ്ടാവും അല്ലെ സ്കെച്ചസ് ഒക്കെ ഇടുന്നത്. അതിപ്പോഴും വീട്ടിലുണ്ട്. അത് വലിയൊരു അനുഭവം തന്നെയാണ്. ഈ ഇതിനെക്കുറിച്ച് പറയുമ്പം അമരം എന്ന് പറയുന്ന സിനിമ നാഷണൽ അവാർഡ് സിനിമയുടെ അതിന്റെ സെറ്റിൽ പോയിട്ടുണ്ടോ? അമരം സെറ്റിൽ പോയിട്ടുണ്ട്. അവിടെയാണ് ഞാന്. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മമ്മൂസ് വരും, മമ്മൂസ് പോവും, മമ്മൂസ് ഭക്ഷണം കഴിക്കും. അപ്പൊ ഇവര് സംസാരിക്കുന്ന മിക്ക ആൾക്കാരെ നമുക്കറിയാം. ഇവര് പേര് പറയുമ്പോ ഇന്ന ആളാണെന്ന്. ഇതാരാണ് ഈ പുതിയ മമ്മൂസ്? ആരാണോ മനസ്സിലാവില്ലല്ലോ ആരാ. അത് ചോദിക്കുകയും അതിനൊരു ഭയങ്കര കോമഡി ആവുകയും നമ്മളെ കളിയാക്കുകയും വീണ്ടും നമ്മൾ അറിയില്ലായിരുന്നു. അയ്യോ, അത് മമ്മൂക്കൊക്കെ അതിൽ വലിയ സാധനം. ഞാൻ ഇന്ന് ഈ പരിപാടി ഇങ്ങനെ ഒരു ഷൂട്ട് കിടക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അത് ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ പ്രസംഗത്തില് എന്റെ പേര് പറഞ്ഞു ലളിത ചേച്ചി. കാരണം അതിന്റെ ഡബ്ബിങ്ങിന് ഞാനും കൂടെ ഇരുന്നിട്ടുണ്ട്. ഈ ഭാഷ ഇത്തിരി ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ഭാഷാ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. പുള്ളി അത് എന്ത് സിമ്പിൾ ആയിട്ടാന്ന് അറിയാം. ഈ സെറ്റിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ച പോലെ ഡബ്ബിങ്ങിനൊക്കെ പോവായിരുന്നു. അന്ന് മദ്രാസിലാണ് ഇതെല്ലാം നടക്കുന്നത്, പൂജയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് കോളനിയിലോ അവിടെ. അപ്പൊ ആ സമയത്ത് മമ്മൂക്കയുടെ ഈ ഡബ്ബിങ് ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ആൻഡ് ഹി വാസ് ഡൂയിങ് ഇറ്റ് സോ വെരി സിമ്പിളായിട്ട്. ഈവനിങ് സമയമാണ്, അപ്പൊ ചായയും മറ്റേ കടിയൊക്കെ ഇരിപ്പുണ്ടാണ്. പുള്ളി ഇതുപോലെ ഒരു സോഫയിൽ ഇരിക്കുകയാണ്, മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി വളരെ സിമ്പിളായിട്ട് ഡബ് ചെയ്ത ഡയലോഗ് എന്ന് പറയുന്നത് ഏറ്റവും എമോഷണൽ ഡയലോഗാണ്. ക്ലൈമാക്സ് ഡയലോഗ്, മറ്റേ വിളിക്കണ കണ്ടോ കരയണ്ടെന്ന് പറഞ്ഞു വിളിക്കണം. അപ്പൊ ഞാൻ കാണുന്ന ജക്സ്റ്റപോസ് ആണ്. ഒരാള് വളരെ കൂളായിട്ടിരുന്ന് ആ ചായയൊക്കെ കുടിച്ച് അവിടെ വേറെ തന്നെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്.